house of snow, igloos lives in igloos. Areas around the poles are covered with snow throughout the year. അതായത് ധ്രുവങ്ങളുടെ ചുറ്റുമുള്ള പ്രദേശം മുഴുവനും എന്താണ്? വർഷം മുഴുവൻ മഞ്ഞ് മൂടിയിരിക്കും. ധ്രുവങ്ങളുടെ ചുറ്റുമുള്ള പ്രദേശം വർഷം മുഴുവൻ എന്ത് ചെയ്യുന്നു? മഞ്ഞ് മൂടിയിരിക്കുന്നു. ധ്രുവങ്ങളുടെ ചുറ്റുമുള്ള പ്രദേശം വർഷം മുഴുവൻ എന്ത് ചെയ്യുന്നു? മഞ്ഞ് മൂടിയിരിക്കുന്നു. Areas around the poles are covered with snow throughout the year. People living here build igloos, houses of snow. Igloos lives in igloos. People living here build igloos, houses of snow. Igloos lives in igloos. അതായത് ഇവിടെ താമസിക്കുന്ന ആളുകൾ മഞ്ഞുകൊണ്ടുള്ള ഇഗ്ലൂസ് ഉള്ള വീടുകൾ കൊണ്ടാണ് താമസിക്കുന്ന ആളുകൾ എന്താ? ഇഗ്ലൂസ് വീടുകൾ നിർമ്മിക്കുന്നു. ഇവിടെ താമസിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? ഇഗ്ലൂസ് വീടുകൾ നിർമ്മിക്കുന്നു. ഇഗ്ലൂസ് ഇഗ്ലൂസിൽ താമസിക്കുന്നവർ എന്ത് ചെയ്യുന്നു? ഇഗ്ലൂസ് വീടുകൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? മഞ്ഞുള്ള പ്രദേശമായതുകൊണ്ട് ഇവർ എന്ത് ചെയ്യുന്നു? ആ സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഇഗ്ലൂസ് വീടുകൾ ഉണ്ടാക്കിയിട്ട് ആ ഇഗ്ലൂസ് വീട്ടിൽ എന്ത് ചെയ്യുന്നു? താമസിക്കുന്നു. Areas around the poles are covered with snow throughout the year. Poles living are built in igloos. Houses of snow, igloos lives in igloos. Okay. Another. People who keep on moving from one place to another carry foldable houses called tents. People who keep on moving from one place to another carry foldable houses called tents. People who keep on moving from one place to another carry foldable houses called tents. അതായത് ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ടെന്റുകളെന്ന് വിളിക്കുന്നു. അതായത് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് വീടുകൾ മാറിക്കൊണ്ടിരിക്കുന്ന എന്ന് പറയുന്ന ടെന്റുകൾ എന്ന് പറയുന്നു. ഇന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ്? മഴക്കാവുന്ന വീടുകൾ. ടെന്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തരും വേറൊരു താമസം മാറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതെന്ത് ചെയ്യാം? മടക്കി കൊണ്ട് പോകാൻ കഴിയും. നമുക്ക് റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ ടെന്റ് അടിച്ച് കുറെ ആൾക്കാർ താമസിക്കുന്നതാണെന്ന് ചെയ്താൽ ആ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്താ? മടക്കി വേറൊരിടത്ത് കൊണ്ടുവന്ന് സ്ഥാപിക്കുക. അതായത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഹൗസ് അല്ല, അത് ടെമ്പററി ഹൗസ് ആണ്. അത് പെട്ടെന്ന് നമുക്ക് എന്താ ഒരിടത്ത് ടെന്റ് അടിക്കണം. നമ്മളിപ്പോ ദൂര സ്ഥലങ്ങളിൽ പോകുന്നു, അവിടെ 2-3 ദിവസം താമസിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും? ആ ഷീറ്റൊക്കെ പോലുള്ള ഒരിതാണ്. അതെന്ത് ചെയ്യും? പെട്ടെന്ന് മുൻപ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറച്ച് ദിവസത്തേക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് അത് സജ്ജീകരിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയുള്ളതാണ് ടെന്റ് എന്ന് പറയുന്നത്. ടെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിടത്തേക്ക് മറ്റൊരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യാം? അത് മടക്കി നമുക്ക് കൊണ്ടുപോയിട്ട് വേറൊരിടത്ത് എന്ത് ചെയ്യാം? ആ വീട് സെറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ളതാണ് ടെന്റ് എന്ന് പറയുന്നത്. ഒരിടത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ടെന്റുകൾ ഉപയോഗിക്കാൻ ടെന്റുകൾ ആ വീടുകളാണ് ടെന്റുകൾ എന്ന് പറയുന്നത്. അത് നടക്കാവുന്ന വീടുകളാണ്. People who keep on moving from one place to another carrying foldable houses called tents. People who keep on moving from one place to another carrying foldable houses called tents. People who keep on moving from one place to another carry foldable houses called tents. Okay. Tippy is a cone-shaped tent made by American Indians. Tippy is a cone-shaped tent made by American Indians. അതായത് അമേരിക്കക്കാർ അല്ലെങ്കിൽ ഇന്ത്യക്കാർ നിർമ്മിച്ച കോണാകൃതിയുള്ള കൂടാരമാണ് ടിപ്പി. അമേരിക്കക്കാർ അല്ലെങ്കിൽ ഇന്ത്യക്കാരൊക്കെ നിർമ്മിക്കുന്ന കോണാകൃതിയിലുള്ള ഒരു കൂടാരമാണ് ടിപ്പി എന്ന് പറയുന്നത്. അമേരിക്കക്കാരും ഇന്ത്യക്കാരും നിർമ്മിക്കുന്ന കോണാകൃതിയിലുള്ള ഒരു കൂടാരമാണ് ടിപ്പി. അമേരിക്കക്കാരും ഇന്ത്യക്കാരും നിർമ്മിച്ച കോണാകൃതിയിലുള്ള ഒരു കൂടാരമാണ് ടിപ്പി. ടിപ്പി എന്ന് പറയുന്നത് അമേരിക്കക്കാരും ഇന്ത്യക്കാരും നിർമ്മിച്ച കോണാകൃതിയിലുള്ള ഒരു കൂടാരമാണ് ടിപ്പി. ഓക്കെ. അടുത്തത് ഹൗസ് ദാറ്റ് മൂവ് ഓൺ വീൽസ് ഈസ് കാൾഡ് കാരവൻ. ഹൗസ് ദാറ്റ് മൂവ്സ് ഓൺ വീൽസ് ഈസ് കാൾഡ് കാരവൻ. അതായത് ചക്രങ്ങളിൽ സഞ്ചരിക്കുന്ന ബൈക്കോൾ വീടിനെ കാരവൻ എന്ന് വിളിക്കുന്നു. ചക്രങ്ങളിൽ സഞ്ചരിക്കുന്ന ബൈക്കോൾ വീടിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? കാരവൻ എന്ന് വിളിക്കുന്നു. ചക്രങ്ങളിൽ സഞ്ചരിക്കുന്ന ബൈക്കോൾ വീടിനെ കാരവൻ എന്ന് വിളിക്കുന്നത്. ഹൗസ് ദാറ്റ് മൂവ്സ് ഓൺ വീൽസ് ഈസ് കാൾഡ് കാരവൻ. അതായത് ചക്രങ്ങളിൽ സഞ്ചരിക്കുന്ന ബൈക്കോൾ വീടിനെ കാരവൻ എന്ന് വിളിക്കുന്നത്. ഹൗസ് ദാറ്റ് മൂവ്സ് ഓൺ വീൽസ് ഈസ് കാൾഡ് കാരവൻ. അതായത് ചക്രങ്ങളിൽ സഞ്ചരിക്കുന്ന ബൈക്കോൾ വീടിനെ കാരവൻ എന്ന് വിളിക്കുന്നു. If a house that floats on water is called a houseboat. A house that floats
വാട്ട് ഈസ് കാൾഡ് എ ഹൗസ് ബോട്ട്. എ ഹൗസ് ദാറ്റ് ഫ്ലോട്ട്സ് ഓൺ വാട്ട് ഈസ് കാൾഡ് എ ഹൗസ് ബോട്ട്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വീടിനെ ഹൗസ് ബോട്ട് എന്ന് വിളിക്കുന്നു. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വീടിനകത്ത് വിളിക്കുന്ന ഹൗസ് ബോട്ട് എന്ന് വിളിക്കുന്നു. നിങ്ങൾ ഹൗസ് ബോട്ടിൽ പോയിട്ടുണ്ടോ? നിങ്ങൾ ഹൗസ് ബോട്ടിൽ കണ്ടിട്ടുണ്ടോ? കായലിന്റെ പേരിൽ എന്താണ് ബോട്ടിനകത്ത് വീട് സജ്ജീകരിച്ച് വെച്ചിട്ടാണ് ഹൗസ് ബോട്ട് എന്ന് പറയുന്നത്. അതിലെന്ത് ചെയ്യാൻ കഴിയും? താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നു ആ ബോട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഹൗസ് ബോട്ട് എന്ന് പറയുന്നത്. ഹൗസ് ദാറ്റ് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ ഈസ് കാൾഡ് ഹൗസ് ബോട്ട്. ഇതെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വീടാണ്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വീടാണ് എന്ന് പറയുന്നത് ഹൗസ് ബോട്ട് എന്ന് പറയുന്നത്. A house that floats on water is called a houseboat. A house that floats on water is called a houseboat. A house that floats on water is called a houseboat. Okay. People living in area where it rains heavily make houses on stilts. People living in areas where it rains heavily make houses on stilts. People living in areas where it rains heavily make houses on stilts. People living in areas where it rains heavily make houses on stilts. അതൊക്കെ ചെയ്യുന്നത് കനത്ത മഴ പെയ്യുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ തൂണുകളിൽ വീടുണ്ടാക്കും. കനത്ത മഴ പെയ്യുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ എന്ത് ചെയ്യുന്നു? തൂണുകളിൽ വീടുണ്ടാക്കും. കനത്ത മഴ പെയ്യുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ എന്ത് ചെയ്യുന്നു? തൂണുകളിൽ വീടുണ്ടാക്കും. അതായത് ഈ വെള്ളപ്പൊക്കം നിങ്ങൾ ടിവിയിലൊക്കെ കിട്ടിയ വെള്ളപ്പൊക്കം വരുമ്പോൾ കുറേ വീടുകളൊക്കെ ഒഴിച്ചു പോയി, ആളുകളൊക്കെ ഒഴിച്ചു പോയി, അതേപോലെ കൃഷിസ്ഥലങ്ങളൊക്കെ ഒഴിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? അങ്ങനെയുള്ള വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്നു. വലിയ മഴ പെയ്ത് വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? നമുക്ക് താഴ്ഭാഗത്ത് എന്ത് ചെയ്യുന്നു? തൂണുകൾ സെറ്റ് ചെയ്തിട്ട് അതിന്റെ മണ്ടയിൽ എന്ത് ചെയ്യുന്നു? വീട് ഉണ്ടാക്കിയിട്ട് സ്റ്റെപ്പ് വഴിയൊക്കെ കയറിയാണ് അവരെന്ത് ചെയ്യുന്നു? വീട്ടിൽ കയറുന്നത്. വെള്ളം പോകുവാണെങ്കിൽ ആ അടിഭാഗത്ത് മാത്രമേ വെള്ളം കയറൂ. വീട്ടിനകത്ത് എന്ത് ചെയ്യില്ല? വെള്ളം കയറാൻ. വീട്ടിനകത്ത് വെള്ളം കയറാതെ സജ്ജീകരിച്ച് തൂണുകൾ ഇട്ടിട്ട് അതിന്റെ മേളിൽ വീട് വെക്കുന്നതാണ് എന്ന് പറയുന്നത് സ്റ്റിൽറ്റ് ഹൗസ് എന്ന് പറയുന്നത്. സ്റ്റിൽറ്റ് ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാല് തൂണുകൾ ഇട്ടിട്ട് തൂണുകളുടെ മേളിൽ വീട് സജ്ജീകരിക്കുന്നതിനെയാണ് സ്റ്റിൽറ്റ് ഹൗസ് എന്ന് പറയുന്നത്. പീപ്പിൾ ലിവിംഗ് ഇൻ ഏരിയാസ് വെയർ ഇറ്റ് റെയിൻസ് ഹെവിലി മേക്ക് ഹൗസ് ഓൺ സ്റ്റിൽറ്റ്സ്. കനത്ത മഴ പെയ്യുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ തൂണുകളിൽ വീടുണ്ടാകും. കനത്ത മഴ പെയ്യുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ എന്ത് ചെയ്യുന്നു? തൂണുകളിൽ വീടുണ്ടാകും. കനത്ത മഴ പെയ്യുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ തൂണുകളിൽ വീടുണ്ടാകും. പീപ്പിൾ ലിവിംഗ് ഇൻ ഏരിയാസ് വെയർ ഇറ്റ് റെയിൻസ് ഹെവിലി മേക്ക് ഹൗസ് ഓൺ സ്റ്റിൽറ്റ്സ്. ഓക്കെ. ടൈപ്സ് ഓഫ് ഹൗസ് വീടിന്റെ തരങ്ങൾ. ടൈപ്സ് ഓഫ് ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ തരങ്ങൾ. There are mainly two types of houses. രണ്ട് തരത്തിലുള്ള വീടുകളുണ്ട്. രണ്ട് തരത്തിലുള്ള വീടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ച ഹൗസ് ആൻഡ് പക്ക ഹൗസ്. കച്ച ഹൗസുണ്ട്, പക്ക ഹൗസുണ്ട്. കച്ച വീടുകളുണ്ട്, പക്ക ഹൗസുണ്ട്. ഓക്കെ. അതായത് കച്ച വീടുകൾ അല്ലെങ്കിൽ താൽക്കാലിക വീടുകൾ. ടെമ്പററി ഹൗസ്. കച്ചാവെള്ളം വെച്ച് കഴിഞ്ഞാൽ ടെമ്പററി ഹൗസ്. കച്ചാവെള്ളം വെച്ച് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള വീടുകളാണ് പറയുന്നത്. കച്ച ഹൗസ് ആർ മേഡ് ഫ്രം മഡ്, bamboo and straw. Kacha houses are made from mud, bamboo and straw. Kacha houses are made from mud, bamboo and straw. അതായത് ചെളി, മുള, വൈക്കോൽ കൊണ്ട് നിർമ്മിച്ച വീടാണ് കച്ച വീടുകൾ. അതായത് ചെളി അല്ലെങ്കിൽ മുള അല്ലെങ്കിൽ വൈക്കോലുകൾ കൊണ്ട് നിർമ്മിച്ച വീടുകളാണെന്ന് പറഞ്ഞാൽ കച്ച വീടുകൾ എന്ന് പറയുന്നത്. ചെളി, മുള, വൈക്കോൽ കൊണ്ട് നിർമ്മിച്ച വീടുകളാണ് കച്ച വീടുകൾ. കച്ച വീടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെളി, മുള അല്ലെങ്കിൽ വൈക്കോലുകൾ കൊണ്ട് നിർമ്മിച്ച വീടുകളാണെന്ന് പറയുന്നത് കച്ച വീടുകൾ എന്ന് പറയുന്നത്. കച്ച വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടി, മുള, വൈക്കോലുകൾ കൊണ്ട് നിർമ്മിച്ച വീടുകളാണ് കച്ച വീടുകൾ എന്ന് പറയുന്നത്. കച്ച ഹൗസസ് ആർ മേഡ് ഫ്രം മഡ്, ബാംബു ആൻഡ് സ്ട്രോ. Such houses are mainly found in villages. ഇത്തരം വീടുകൾ കൂടുതലായി ഗ്രാമങ്ങളിലാണ് കാണുന്നത്. വീടുകൾ കൂടുതലായി എവിടെയാണ് കാണുന്നത്? ഗ്രാമങ്ങളിലാണ് കാണുന്നത്. These are big houses. എന്ന് പറയുന്നത് ഇവ കൂടുതലും ബലമില്ലാത്ത ഹൗസാണ്. ഇവ കൂടുതലും എന്താണ്? ബലമില്ലാത്ത. അതായത് പെട്ടെന്നൊരു മഴയോ അല്ലെങ്കിൽ ഒരു വലിയ കാറ്റൊക്കെ വരുമ്പോഴേക്കും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു. അതായത് കാറ്റൊക്കെ വരുമ്പോഴേക്കും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു. വീടുകൾ കൂടുതലായും കാണുന്നത് വില്ലേജ് ഗ്രാമങ്ങളിലൊക്കെയാണ് വീടുകൾ കൂടുതലായും കാണപ്പെടുന്നത്. വീടുകളാണ് കച്ച ഹൗസ്. അതായത് ടെമ്പററി ഹൗസ് കൂടുതലായും കാണപ്പെടുന്നത് ഗ്രാമങ്ങളിലൊക്കെയാണ്. കച്ച ഓർ ടെമ്പററി ഹൗസ്. കച്ച ഹൗസസ് ആർ മേഡ് ഓഫ് മഡ്. അതായത് മഡ്, ബാംബു ആൻഡ് സ്ട്രോ. അതായത് ചെളിയിൽ നിന്നും മുളയിൽ നിന്നും വൈക്കോലുകളിൽ നിന്നും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? കച്ച ഹൗസുകൾ ഉണ്ടാക്കുന്നത്. കച്ച ഹൗസുകൾ നിർമ്മിക്കാനുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? ചെളി, മുള, വൈക്കോൽ. അതായത് മഡ്, ബാംബു
ആൻഡ് സ്ട്രോ, ചെളിയുമുള്ള വൈക്കോലുകൾ കൊണ്ടാണ് ഇതിന്റെ കച്ച ഹൗസുകൾ നിർമ്മിച്ചത്. കച്ച ഹൗസുകൾ നിർമ്മിക്കാനുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? മഡ്, ബാമ്പു, സ്ട്രോ. മഡ്, ബാമ്പു, സ്ട്രോ ആണ് എന്താ കച്ച ഹൗസുകൾ നിർമ്മിക്കാനുള്ള മെറ്റീരിയൽസ്. സച്ച് ഹൗസസ് ആർ മെയിൻലി ഫൗണ്ട് ഇൻ വില്ലേജസ്. ഈ ഹൗസുകൾ കൂടുതലായി കാണുന്നത് ഗ്രാമങ്ങളിലായിരുന്നു. ദീസ് ആർ വീക്ക് ഹൗസസ്. ഇവയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ബലമില്ലാത്ത ഹൗസാണ്. കാറ്റൊക്കെ വരുമ്പോഴേക്ക് അവരുടെ കേടുപാടുകളൊക്കെ സംഭവിക്കുന്ന വീടുകളായിരുന്നു. കച്ച ഓർ ടെമ്പററി ഹൗസ്. കച്ച ഹൗസസ് ആർ മെയ്ഡ് ഓഫ് മഡ്, ബാംബു ആൻഡ് സ്ട്രോ. സച്ച് ഹൗസ് ആർ മെയിൻലി ഫൗണ്ട് ഇൻ വില്ലേജസ്. ദീസ് ആർ വീക്ക് ഹൗസസ്. Kacha houses are made of mud, bamboo and straw. Such houses are mainly found in villages. These are weak houses. Okay. Kacha or temporary houses. Kacha houses are made of mud, bamboo and straw. Such houses are mainly found in villages. These are weak houses. Okay. Pakka or permanent house. Pakka or permanent house. Pakka അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള വീട്. പക്ക അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള വീട്. Pakka houses are strong houses. Pakka houses are strong houses. Pakka houses എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള ഹൗസാണ്, നല്ല ബലമുള്ള ഹൗസാണ്. പക്ക വീടുകൾ ശക്തമായ വീടുകളാണ്. പക്ക വീടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തമായിട്ടുള്ള വീടുകളാണ്. പക്ക ഹൗസസ് ആർ സ്ട്രോങ് ഹൗസസ്. പക്ക ഹൗസസ് ആർ സ്ട്രോങ് ഹൗസസ്. പക്ക ഹൗസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ശക്തമായിട്ടുള്ള വീടുകളാണ്. They are built with the materials like the bricks, cement, wood, steel and tiles. They are built with materials like bricks, cement, wood, steel and tiles. ഇവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടിക, സിമെന്റ്, മരം, സ്റ്റീല്, ടൈലുകളൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽസ് ലൈക്ക് ബ്രിക്സ്, ഇഷ്ടിക, സിമെന്റ്, വുഡ്, മരം, സ്റ്റീല്, പിന്നെന്താ ടൈലുകൾ. അതായത് ഇഷ്ടിക, സിമെന്റ്, മരം, സ്റ്റീല്, ടൈല്. ഇഷ്ടിക, സിമെന്റ്, മരം, സ്റ്റീല്, ടൈൽസ് ഇവയൊക്കെയാണ് ഇവിടുത്തെ മെറ്റീരിയൽസ്. മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? ഇഷ്ടിക, സിമെന്റ്, മരം, സ്റ്റീല്, ടൈല്. ഇഷ്ടിക, സിമെന്റ്, മരം, സ്റ്റീല്, ടൈല് ഇവയൊക്കെയായിട്ട് ഇവിടുത്തെ മെറ്റീരിയൽസ്. അതായത് they are built with materials like bricks, cement, wood, steel and tiles. They are built with materials like bricks, cement, wood, steel and tiles. They do not get damaged easily. They do not get damaged easily. വളരെ പെട്ടെന്നൊന്നും എന്ത് ചെയ്തില്ല ഈ വീടുകൾക്ക് കേടുപാടുകൾ വരാനായിട്ട്. ഇങ്ങനെ ചെയ്ത വീടുകൾക്ക്, അതായത് പെർമനന്റ് ഹൗസിന് എന്താ വളരെ പെട്ടെന്നൊന്നും കേടുപാടുകൾ വരാറില്ല. മനസ്സിലായോ? അതേസമയം കച്ച ഹൗസ് പെട്ടെന്ന് തന്നെ എന്താ കേടുപാടുകൾ സംഭവിക്കുന്നതാണ്. അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഹൗസ് അല്ല. അതുപോലെ തന്നെ പക്ക ഹൗസ് എന്താ ഒരിക്കലും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യില്ല, കേടുപാടുകളൊന്നും വരാറില്ല. Such houses are mostly found in towns and cities. Such houses are mostly found in towns. ഈ ഹൗസുകൾ കൂടുതലായി കാണപ്പെടുന്നത് നഗരങ്ങളിലാണ്. നഗരങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഹൗസസ് കൂടുതൽ, ഈ വീടുകൾ കൂടുതലായി കാണപ്പെടുന്നത് നഗരങ്ങളിലാണ്. ഈ വീടുകൾ കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണ്? നഗരങ്ങളിലാണ്. ഈ വീടുകൾ കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണ്? നഗരങ്ങളിലാണ്. Pakka or permanent house. Pakka houses are strong houses. They are built with materials like bricks, cement, wood, steel and tiles. They do not get damaged easily. Such houses are mostly found in towns and cities. Pakka houses are strong house. They are built with materials like bricks, cement, wood, steel and tiles. They do not get damaged easily. Such houses are mostly found in towns and cities. Okay. അതുപോലെ തന്നെ ഇതിൽ പക്ക ഹൗസസ്, ടൈപ്സ് ഓഫ് പക്ക ഹൗസ്, പലതരം പക്ക വീടുകളുണ്ട്. അതുകൊണ്ടാണ് ബാംഗ്ലൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കൊട്ടാരം. ബാംഗ്ലൂർ എന്താണ്? കൊട്ടാരങ്ങൾ എന്ത് ചെയ്യുക? രാജാക്കന്മാരും ഒക്കെ താമസിക്കുന്ന സ്ഥലമാണെന്ന് പറയുന്നത് കൊട്ടാരം എന്ന് പറയുന്നത് ബാംഗ്ലൂർ എന്താണ്? കൊട്ടാരം. അത് നോക്കിക്കേ, ഡബിൾ സ്റ്റോറേജ് ഹൗസ് ഇരുനില വീടുകൾ. ഇതിന്റെ ചുറ്റുപാടിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ 2 നിലയ്ക്ക് പണിതിരിക്കുന്ന വീടുകളല്ലേ കണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുനില വീടുകൾ എന്നാണ് പറയുന്നത്. ഡബിൾ സ്റ്റോറേജ് ഹൗസ് ഇരുനില വീടുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഫ്ലാറ്റുകൾ ഈ നഗരങ്ങളിലൊക്കെ കൂടുതലായിട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരുപാട് റൂമുകളും നിലകളും ഒക്കെ ആയിട്ട് കെട്ടിപ്പടുത്ത് വെച്ചിരിക്കുന്ന ഫ്ലാറ്റുകൾ കണ്ടിട്ടില്ലേ?
അതായത് വലിയ ഉയരത്തിൽ പണി വെച്ചിരിക്കുന്ന ഒരു 8 നില 9 നില 10 നിലയൊക്കെ കെട്ടി വലിയ ഉയരത്തിൽ പണി വെച്ചിരിക്കുന്ന ഫ്ലാറ്റുകൾ കണ്ടിട്ടില്ലാണ്. ഫ്ലാറ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നഗരങ്ങളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. ഫ്ലാറ്റുകൾ എവിടെയാണ് കൂടുതലായി കാണപ്പെടുന്നത്? നഗരങ്ങളിലാണ്. അങ്ങനെ 3 types of houses ഉണ്ട്. പക്ക ഹൗസസ് ഉണ്ട്, ബാംഗ്ലോ, ഡബിൾ സ്റ്റോറേജ് ഹൗസസ്, ഫ്ലാറ്റ്. ഓക്കെ, ഇതൊന്നും കൂടെ മിസ് പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധിച്ചേ. Areas around the pupil are covered with snow throughout the year. Pupil living per building include the house of snow includes using enclosed areas around the pupil also covered with snow throughout the year. Pupil living per building includes houses of snow includes using enclosed. Any other things? Pupil who keep on moving from one place to another carry foldable house called things. Pupil who keep on moving from one place to another carrying foldable house called things. Kitty is a cone-shaped tent made by American Indians. Kitty is a cone-shaped tent made by American Indians. A house that moves on wheels is called a caravan. A house that moves on wheels is called a caravan. A house that floats on water is called a houseboat. A house that floats on water is called a houseboat. People living in area where it rains heavily make household skills. People living in areas where it rains heavily make household skills. Type of houses. Type of houses എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരം ഹൗസസ് ഉണ്ട്. അത് കച്ച ഹൗസും അടുത്തത് പക്ക ഹൗസും. There are mainly 2 types of houses, kacha house and pakka house. There are mainly 2 types of houses, kacha house and pakka house. Kacha or temporary house. Kacha or temporary house. Kacha house are made of mud, bamboo and straw. Such houses are mainly found in villages. These are weak houses. Kacha house are made of mud, bamboo and straw. Such houses are mainly found in villages. These are weak houses. Kacha house are made of mud, bamboo and straw. Such houses are mainly found in villages. These are weak houses. Pakka or permanent house. Pakka house are strong houses. They are built with material like bricks, cement, wood, steel and tiles. They do not get damaged easily. Such houses are mostly found in towns and cities. Pakka house are strong houses. They are built with materials like bricks, cement, wood, steel and tiles. They do not get damaged easily. Such houses are mostly found in towns and cities. Pakka house എന്ന് വെച്ച് കഴിഞ്ഞാൽ Pakka house are strong house. They are built with materials like bricks, cement, wood, steel and tiles. They do not get damaged easily. Such houses are mostly found in towns and cities. അതിൽ 3 types of houses ഉണ്ട്. ബാംഗ്ലോ ഡബിൾ സ്റ്റോറേജ് ഹൗസ്, ഫ്ലാറ്റ്. ബാംഗ്ലോ ഡബിൾ സ്റ്റോറേജ് ഹൗസ്, ഫ്ലാറ്റ് ആണ് 3 തരം. പക്ക ഹൗസിൽ 3 തരം ഹൗസുകളാണുള്ളത്. ബാംഗ്ലോ, ഡബിൾ സ്റ്റോറേജ് ഹൗസ്, ഫ്ലാറ്റ്. ഒന്നും കൂടെ ജസ്റ്റ് പറഞ്ഞു തരികയാണ്. ഒന്നും കൂടെ ശ്രദ്ധിക്കുന്ന എല്ലാവരും. Area around the people are covered with snow throughout the year. People living in her building include house of snow, includes using enclosure. People who keep on moving from one place to another carrying portable house is called tents. Tipi is a cone-shaped tent made by American or Indians. A house that moves on wheels is called a caravan. A house that floats on water is called a houseboat. People living in area where it rains heavily make houses of stilts. Types of houses. There are mainly 2 types of houses, kacha house and pakka house. Kacha or temporary houses. Kacha houses are made of mud, bamboo and straw. Such houses are mainly found in villages. These are weak houses. Another pakka or permanent house. Pakka houses are strong houses. They are built with materials like bricks, cement, wood, steel and tiles. They do not get damaged easily. Such houses are mostly found in towns and cities. Types of pakka house. 3 types of pakka house ഉണ്ട്. ബാംഗ്ലോ ഡബിൾ സ്റ്റോറേജ് ഹൗസ്, ഫ്ലാറ്റ്. ബാംഗ്ലോ ഉണ്ട്, ഡബിൾ സ്റ്റോറേജ് ഹൗസ് ഉണ്ട്, ഫ്ലാറ്റ് ഉണ്ട്. ഇപ്പോൾ പഠിപ്പിച്ചത് പേജ് നമ്പർ 203 204 നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലതുപോലെ നല്ല വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, 3 ടൈംസ് വെച്ച് റീഡ് ചെയ്യുക. ഇപ്പോൾ പഠിപ്പിച്ച
പേജ് നമ്പർ 203 204 നിങ്ങൾ നല്ലതുപോലെ ഡീറ്റെയിൽസ് റീഡ് ചെയ്യുക. റീഡ് ചെയ്തതിനു ശേഷം പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിക്കുക. പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ടീച്ചർക്ക് ഫോട്ടോ എടുത്ത് ഇട്ടിടുക. ടീച്ചർക്ക് ഫോട്ടോ എടുത്ത് ഇട്ടിടുക. നിങ്ങൾ എന്ത് ചെയ്യുക, പേജ് നമ്പർ 203 204 നല്ലതുപോലെ ഡീറ്റെയിൽസ് നല്ലതുപോലെ റീഡ് ചെയ്യുക. റീഡ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക, പേരൻസിനെ കൊണ്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് തരിക. include ടെൻസ്, ഹൗസ് ബോട്ട്, സ്റ്റിം ഹൗസും പക്ക ഹൗസും കച്ച ഹൗസും ഒക്കെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലതുപോലെ മനസ്സിലാക്കി വേണം റീഡ് ചെയ്യാൻ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാക്കും. നല്ലതുപോലെ മനസ്സിലാക്കി വേണം റീഡ് ചെയ്യാൻ. നല്ലതുപോലെ മനസ്സിലാക്കി അതിൻ്റെ ഓരോ കാര്യങ്ങളും ഓരോ ദിവസം പഠിച്ചു എന്ത് ചെയ്യുക, നല്ല വ്യക്തമായി കേൾക്കുക. കേട്ടതിന് ശേഷം എന്ത് ചെയ്യുക, നല്ലതുപോലെ അത് മനസ്സിലാക്കുക. നല്ലതുപോലെ മനസ്സിലാക്കി വായിച്ചാൽ മാത്രം അത് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാവും. ടീച്ചറിപ്പോൾ പഠിപ്പിച്ച അതായത് ഇഗ്ലൂ, ടെൻസും ക്യാരറ്റും ഹൗസ് ബോട്ടും അതുപോലെ തന്നെ പച്ച ഹൗസും പക്ക ഹൗസും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്ത് ചെയ്യുക, നല്ലതുപോലെ പഠിക്കുക. നല്ലതുപോലെ വായിച്ച് പഠിക്കുക. വായിച്ച് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, 3 days വായിച്ച് പഠിക്കുക. വായിച്ച് പഠിച്ചതിന് ശേഷം പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്തിട്ട് പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ടീച്ചർക്ക് അതിൻ്റെ ഫോട്ടോ എടുത്ത് വരിക. ടീച്ചറിനോട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ടീച്ചർ എന്ത് ചെയ്യുക, പറഞ്ഞിട്ട് അതിൽ എപ്പോൾ പഠിച്ചത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ടീച്ചർ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ ഓക്കെ. Deep in the shadows, I know. Okay, നമുക്ക് കുറച്ച് നേരം GK പഠിക്കാം. Okay, നമുക്ക് കുറച്ച് നേരം GK പഠിക്കാം. Plants and their uses. Plants and their uses. Okay, this is the stem a plant that we eat. This is the stem of a plant that we eat. This is the stem of a plant that we eat. This is the stem a plant. Stem of a plant that we eat. This is the stem of a plant that we eat. അതായത് നമ്മൾ കഴിക്കുന്ന ഓരോ ചെടിയുടെ തണ്ടാണ്. നമ്മൾ കഴിക്കുന്ന ഒരു ചെടിയുടെ തണ്ടാണിത്. This is the stem of a plant that we eat. നമ്മൾ കഴിക്കുന്ന ഏതാണ്? പൊട്ടറ്റോ നമ്മൾ മണ്ണിനടിയിലേ നമുക്ക് കിട്ടുന്നത്. POTATO പൊട്ടറ്റോ എന്താണ്? നമുക്ക് മണ്ണിനടിയിൽ നിന്ന് കിട്ടുന്നതാണ്. പൊട്ടറ്റോ എന്ന് പറയുന്നത് നമുക്ക് മണ്ണിനടിയിൽ നിന്ന് കിട്ടുന്ന വിത്താണ്. This is the stem of a plant that we eat. നമ്മൾ മണ്ണിനടിയിൽ നിന്നേ കിട്ടുന്നത് നമുക്ക് കഴിക്കുന്നില്ലേ. രണ്ടാമത് we make clothes from the fibers of this plant. We make clothes from the fibers of this plant. We make clothes from the fibers of this plant. എന്ന് വെച്ച് കഴിഞ്ഞാല് കോട്ടൺ, അതായത് ഈ ചെടിയും നാരുകളിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുന്നു, വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ ചെടിയുടെ നാരുകളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വസ്ത്രങ്ങൾ ചെയ്യുന്നത്. ഈ ചെടിയുടെ നാരുകളിൽ നിന്നാണ്. ഈ ചെടിയുടെ കോട്ടൺ ആണെങ്കിൽ കോട്ടണിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ചെടിയുടെ നാരുകളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വസ്ത്രം ചെയ്യുന്നത്. ഈ ചെടിയുടെ നാരുകളിൽ നിന്നാണ് നമ്മൾ വസ്ത്രം ഉണ്ടാക്കുന്നത്. അതാണ് കോട്ടണിൽ നിന്നല്ലേ നമ്മൾ വസ്ത്രം ഉണ്ടാക്കുന്നതല്ലേ പഠിച്ചത്. We make the cotton from the fibers of this plant. We make clothes from the fibers of this plant. We make clothes from the fibers of this plant. Okay, അടുത്ത നോക്കിക്കേ. മൂന്നാമത് നോക്കിക്കേ. This is the flower of a plant that we eat as a vegetable. This is the flower of a plant that we eat as a vegetable. ഈ ചെടിയുടെ നാം പച്ചക്കറിയായി കഴിക്കുന്ന ഒരു ചെടിയുടെ പൂവാണിത്. നാം പച്ചക്കറിയായി കഴിക്കുന്ന ചെടിയുടെ ഒരു പൂവാണിത്. എന്താണ്? കോളിഫ്ലവർ. നാം പച്ചക്കറിയായി കഴിക്കുന്ന ഒരു ചെടിയുടെ പൂവാണിത്. എന്താണ്? കോളിഫ്ലവർ. എന്താണ്? കോളിഫ്ലവർ. CAULIFLOWER. 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 അടുത്ത നോക്കിക്കേ. We make paper from this. ഇതിൽ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? പേപ്പർ ഉണ്ടാക്കുന്നു. ഇതിൽ
നിന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? പേപ്പർ ഉണ്ടാക്കുന്നത്. ഇത് എന്താണ്? ബാംബു. ബാംബു എന്താണ്? മുള. ബാംബു. BAMBOO. ബാംബു. ബാംബു എന്താണ്? മുള. ഇതിൽ നിന്ന് ഞങ്ങൾ എന്തുണ്ടാക്കുന്നു? പേപ്പർ ഉണ്ടാക്കുന്നു. ബാംബു. ബാംബു എന്താണ്? മുള. Okay, we make paper from this bamboo. We make paper from this bamboo. Root of a plant that we eat. Root of a plant that we eat. നാം തിന്നുന്ന ചെടിയുടെ വേര് ഏതാണ്? ക്യാരറ്റ്. എന്താണ്? ക്യാരറ്റ്. CARROT. 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 Carrot എന്താണ്? CARROT. Okay. CARROT. Carrot. അടുത്ത നോക്കിക്കേ. 6 നോക്കിക്കേ. This plant gives us sugar. This plant gives us sugar. ഈ ചെടി നമുക്ക് പഞ്ചസാര നൽകുന്നു. ഈ ചെടി നമുക്ക് എന്ത് നൽകുന്നു? പഞ്ചസാര നൽകുന്നു. This plant gives us sugar. ഈ ചെടി എന്ത് ചെയ്യുന്നു? നമുക്ക് പഞ്ചസാര നൽകുന്നത്. ഈ ചെടി ഏതാണ്? ഷുഗർ കെയിൻ. ഷുഗർ കെയിൻ കാര്യമില്ല. ഷുഗർ കെയിൻ. SUGAR sugar. CANE cane. Sugar cane. SUGAR sugar. CANE cane. Sugar cane. SUGAR sugar. CANE cane. Sugar cane. This plant gives us sugar. Sugar cane. Sacks, ropes and mats are made from. Sacks, ropes and mats are made from. അതായത് ചാക്കുകൾ, കയറുകൾ, പായകൾ എന്നിവ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ജൂട്ട്. Sacks, ropes and mats are made from jute. Sacks, ropes and mats are made from jute. Sacks, ropes and mats are made from jute. Jute എന്ന് വെച്ചാൽ ചാക്കുകൾ, കയറുകൾ, പായകൾ എന്നിവയിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്? ജൂട്ട്. ജൂട്ട് ചാക്ക്. 7. JUTE. ജൂട്ട്. JUTE. ജൂട്ട്. ജൂട്ട് എന്താണ്? ചാണം. Sacks, ropes and mats are made from jute. 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 Okay. അടുത്ത the seeds are crushed to get oil. The seeds are crushed to get oil. എണ്ണ ലഭിക്കാൻ വിത്തുകൾ പൊടിക്കുന്നു. എണ്ണ ലഭിക്കാൻ വിത്തുകൾ പൊടിക്കുന്നു. ഏതിന്റെ വിത്തുകൾ പൊടിച്ചാണ് എണ്ണ ഉണ്ടാക്കുന്നത്? സൺഫ്ലവർ. സൺഫ്ലവറിന്റെ വിത്തുകൾ പൊടിച്ച് നമുക്ക് എന്തുണ്ടാക്കുന്നത്? എണ്ണ ഉണ്ടാക്കുന്നത്. സൺഫ്ലവർ ഓയിൽ കേട്ടില്ലേ നിങ്ങള്? സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്നത് എന്താണ്? അതിന്റെ വിത്തുകൾ പൊടിച്ചാണ് എന്ത് ചെയ്യുന്നത്? സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്നത്. സൺഫ്ലവറിന്റെ വിത്തുകൾ പൊടിച്ചാണ് സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്നത്. സീഡ്സ് ആർ ക്രഷ്ഡ് ടു ഗെറ്റ് ഓയിൽ. സൺഫ്ലവർ. ഇതിന്റെ ആൻസർ എന്താണ്? സൺഫ്ലവർ. SUNFLOWER. സൺഫ്ലവർ. SUNFLOWER. സൺഫ്ലവർ. Okay. എല്ലാ സ്പെല്ലിംഗ് ഒന്നുകൂടെ പറഞ്ഞുതരാം. പൊട്ടറ്റോ. POTATO. പൊട്ടറ്റോ. കോട്ടൺ. COTTON. കോട്ടൺ. കോളിഫ്ലവർ. CAULIFLOWER. കോളിഫ്ലവർ. CAULIFLOWER. കോളിഫ്ലവർ. ബാംബു. BAMBOO. ബാംബു. ക്യാരറ്റ്. CARROT. ക്യാരറ്റ്. ഷുഗർ കെയിൻ. SUGARCANE. ഷുഗർ കെയിൻ. SUGARCANE. sugar cane. Jute. 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 Sunflower. 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 Potato. potato. COTTON. cotton. Cauliflower. 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 Bamboo. 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 Carrot. 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 Sugar cane. SUGARCANE. sugar cane. Jute. 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 Sunflower. 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 Okay. ഇപ്പൊ പഠിച്ച് ഒന്നുകൂടെ മിസ് പഠിപ്പിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. എല്ലാവരും ഇപ്പൊ പഠിച്ചതിന് ഒന്നുകൂടെ പറഞ്ഞിരിക്കുകയാണേ. This is the stem of
a plant that we eat, potato. This is the stem of a plant that we eat, potato. We make clothes from the fibers of the plant, cotton. We make the clothes. We make clothes from the fibers of the plant, cotton. This is the flowers of a plant that we eat as a vegetable. This is the flowers of a plant that we eat as vegetable, cauliflower. We make a paper from this. We make a paper from this bamboo. Root of a plant that we eat, carrot. Root of a plant that we eat, carrot. This plant gives us sugar. This plant gives us sugar cane. Sacks, ropes and mats are made from jute. Sacks, ropes and mats are made from jute. These seeds are crushed to get oil. These seeds are crushed to get oil, sunflower. ഒന്നുകൂടെ വായിച്ചിരിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. This is the stem of a plant that we eat, potato. We make clothes from the fibers of the plant's cotton. This is the flowers of a plant that we eat as vegetable, cauliflower. We make paper from this bamboo. Roots of a plant that we eat, carrot. These plants gives us sugar cane. Sacks, ropes and mats are made from jute. The seeds are crushed to get oil, sunflower. Okay, this is what I say. Yesterday, I had gold and 5 times in the 8 particular. This is what I say 8 and 8 and നല്ലത് പോലെ എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ടിലോട്ട് എഴുതി ഒരു 5 ടൈംസ് വീതം വെച്ച് എഴുതി പഠിക്കുക. ഇതിനോട് സ്പെല്ലിംഗ് എടുക്കുക, നല്ലതുപോലെ പറഞ്ഞ് പഠിക്കുക. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഇതിന്റെ ആൻസർ പറയുന്നതിൽ ഒരു കോഴ്സ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ദിസ് ഈസ് ദ സ്റ്റം ഓഫ് എ പ്ലാന്റ് ദാറ്റ് വി ഈറ്റ് എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുക. അതിന്റെ ആൻസർ ഏതാണ്? ആൻസർ പറയാം, പൊട്ടറ്റോ. We make clothes from the fibers of this plant. എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുക. അതിന്റെ ആൻസർ എന്താണ്? കോട്ടൺ. This is the flowers of a plant that we eat as a vegetable. എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുക. അതിന്റെ ആൻസർ എന്താണ്? cauliflower. We make paper from this. അതിന്റെ ആൻസർ എന്താണ്? bamboo. Roots of a plant that we eat. അതിന്റെ ആൻസർ എന്താണ്? carrot. These plants gives us sugar. അതിന്റെ ആൻസർ എന്താണ്? sugar cane. Sacks, ropes and mats are made from jute. അതിന്റെ ആൻസർ എന്താണ്? jute. See, the seeds are crushed to get oil, sunflower. അങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുക. ക്വസ്റ്റ്യൻ ചെയ്തതിന് അതിന്റെ ആൻസർ പറയാനാണ്. ആ ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നത് ഒരു വോയിസ് മെസ്സേജ് കൊടുക്കുക. ജസ്റ്റ് ഇപ്പോൾ പഠിച്ച് എന്ത് ചെയ്യുക, ഒരു 5 ടൈംസ് വെച്ച് നല്ലതുപോലെ എഴുതി പഠിക്കുക. ഓരോന്നിൻ്റെയും സ്പെല്ലിംഗ് നല്ലതുപോലെ പറഞ്ഞ് പഠിക്കുക. ഇപ്പം ജസ്റ്റ് പഠിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ചോദിച്ചാൽ മതി, ജസ്റ്റ് പറഞ്ഞു തരാം. പഠിച്ച പാഠം പ്ലാന്റ്സ് ആൻഡ് ദെയർ യൂസേഴ്സ് പേജ് നമ്പർ 232 എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിച്ചാൽ മതി. ടീച്ചർ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.